നമസ്കാരം. എൻ്റെ മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിന് എനിക്ക് വളരെ സന്തോഷം. ഇന്ന് നമ്മൾ ബക്രീദ് ദർശിച്ചു. ഇസ്ലാമിക ജനങ്ങളൊക്കെ ഇന്ന് കുർബാനയ്ക്ക് കൊടുക്കും. ഒന്ന് നമ്മളെ മാർക്കറ്റും കുർബാനയ്ക്ക് കൊടുക്കേണ്ടതാണ്. നിഫ്റ്റിയെ നോക്കിയാൽ പേടിയായിരിക്കുന്നു. ഒരു 300-350 പോയിന്റ് ഡൗണിലാണ് ഇരിക്കുന്നു. കുർബാനയിൽ നിന്ന് രക്ഷപ്പെട്ടാ ഇല്ല നാളെയും കുർബാനയാന്ന് അറിയാൻ പറ്റുന്നില്ല. ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും പിന്നെ എൻ്റെ ഇസ്ലാമിക സുഹൃത്തുക്കളിനും ബക്രീദിൻ്റെ ഒരു വിഷസ് ഞാൻ പറയുന്നു. നിങ്ങളെ ജമകൾ പിന്നെ സാക്രിഫൈസ് എല്ലാം നന്നായി ചെന്നിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏവൻ നിങ്ങളെ ഫാമിലിയും നിങ്ങളെയും ബ്ലെസ് ചെയ്യും. ഹാപ്പി ബക്രീദ്. ട്രംപ് എങ്ങനെ ബൾട്ടി അടിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതെ സർ, അങ്ങനെ തന്നെ നടക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ബക്രീദ്. ട്രംപ് ആണ് ആദ്യത്തെ ചോദ്യം സർ. പെട്ടെന്ന് ഒരു ബൾട്ടി പെട്ടെന്ന് ഒരു ബൾട്ടി അടിച്ചിരിക്കുന്നു. എന്തെന്നറിയാമോ? അതെ സർ, എന്താണ് നടന്നിരിക്കുന്നത് സർ? നിഫ്റ്റി അറൗണ്ട് 300 പോയിന്റ്സ് ഡൗൺ സർ. അതെല്ലാം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആദ്യമേ. എന്ന് പറഞ്ഞാൽ ഡേ ഓഫ് സാക്രിഫൈസ്. കയ്യിൽ സാക്രിഫൈസ് ചെയ്യും. ഇന്ന് ഈ ഡേ ഓഫ് സാക്രിഫൈസ് കാരണം നമ്മൾ ഇന്ന് രക്ഷപ്പെട്ടു. ഇന്ന് 22,850 23,500 23,450 നമ്മൾ വന്നിരിക്കും. നിഫ്റ്റി 500 പോയിന്റ് ഉള്ളെന്ന് പറയുന്നത് സർ. 100 400 ഡെഫിനറ്റായിരുന്നിരിക്കും. ഗിഫ്റ്റ് നിഫ്റ്റിയെ 300 400 പോയിന്റ് ചെന്നിരിക്കും. ഒരു ഫണ്ട് ഒടിങ്ങിരുന്നിരിക്കും. കൂടെ കാശിനെടുത്ത് യാഗത്തെ വളർത്ത് കാശിനെടുത്ത് അതിലിടുമല്ലേ. അത് അവർ ആഹായ സ്വാഗ ഇന്ദ്രായക സ്വാഗ എന്ന് പറഞ്ഞ് കാശിനെടുത്ത് അതിലിടും. നിങ്ങൾ മാർക്കറ്റ് അങ്ങനെ ഇരിക്കും. അയ്യോ രക്ഷപ്പെട്ടെന്ന് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 96 കളഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ അവരെ ബാറ്റിനെ ചുറ്റിയുണ്ട് വന്നുകൊണ്ട് സെയിൽസ് ചെയ്തുകൊണ്ട് പറയും ഞാൻ വിറ്റു കുറച്ച് ഡോളറിനട്ടാ സിതാബാസ് എന്ന് പറഞ്ഞു അവർ നടക്കും. അത് രൂപ വന്നിട്ട് 96 ചെന്നിരിക്കും. ഇതിലുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഭാഷ ഭയങ്കരമായി നമ്മളെ പറ്റിച്ചു അവർ. ഹി സോൾഡ് എ ടോക്ക്. സോൾഡ് ടോക്ക് എന്ന് പറഞ്ഞ എന്തെന്ന് വെച്ചാൽ നിങ്ങളെ ഗഞ്ചാന്നൊന്നും വിചാരിക്കേണ്ട. അതായത് ബോക്സിങ്ങിൽ എന്ത് പറയും എന്നാൽ പറ്റിച്ച് സക്കര പഞ്ച് പോലെയാണത്. അത് റിയലിസ്റ്റിക് ആയിട്ട് പറ്റിച്ച് സൈഡോട് ഒന്ന് വിട്ട് മൂഞ്ചീനെ തൂക്കി വെച്ച് അടന്നു ഡീൽ ഓവർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇറാനിലും ഡീൽ ഓവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പെട്ടെന്ന് എണ്ണ 87 വരയ്ക്കും വന്നായിരുന്നു. എല്ലാവരും ഖുഷിയിലാണ് ഇരുന്നത്. എല്ലാം ബൾട്ടി അടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നോക്കിയപ്പോൾ ഇറാൻ എന്ത് പറഞ്ഞു എന്നാൽ ഓൾമോസ്റ്റ് ഞങ്ങളതാണ്, അമേരിക്ക ഒന്നും ചെയ്യാതെ ഓടിപ്പോവും എന്ന് പറഞ്ഞു. ഇന്ന് ഒന്നുമില്ല, ബൾബ് കൂടെ ഇല്ല, ബൾബൊക്കെ ഇവിടെ വച്ചുകൊണ്ട് ഓടിപ്പോകണമെന്ന് പറഞ്ഞു. ട്രംപിന് ഒരുപാട് ദേഷ്യം വന്നു. മൂസിനെ ലീസൊക്കെ വെച്ച് അതിൻ്റെ ഒപ്പം ഞാനും കൂടെ സംസാരിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ട്രംപിന് ഒരേ ദേഷ്യം വന്ന് ഒമാൻ നമ്മളെ എന്തോ ഗാലി ചെയ്യാൻ പോകണു എന്ന് വിചാരിച്ച് എൻ്റെ മേലിൽ ഗുണ്ടിട്ട് ഞാൻ ഒമാനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ അടുത്ത് മിരട്ടൽ വിട്ടിരിക്കുന്നു. എന്താണ് ഞാൻ എന്നെക്കുറിച്ച് വിചാരിച്ചെന്നൊക്കെ പറഞ്ഞ് ഇറാനിൽ 4 ഗുണ്ടിട്ട് ഇറാനും തിരികെ ഗുണ്ടിട്ട് ബോക്സിംഗ് മാച്ച് സ്റ്റാർട്ട്. ഓക്കെ, സീസ് ഫയർ തീർന്ന് ജെന്റിൽമെൻ ലെറ്റ്സ് ബോക്സ് എന്ന് പറയണം. ജെന്റിൽമെൻ ലെറ്റ്സ് ബോക്സ് അല്ല അറിയാം സാർ. അപ്പോൾ ബോക്സിംഗ് തുടങ്ങി. അല്ല നമ്മളെ മാർക്കറ്റ് എന്തെന്ന് അറിയാൻ പറ്റൂലേ സാർ? പക്ഷേ ഈ റൈറ്റ് വിംഗേഴ്സ് ഒക്കെ ഇന്നും ബോക്സിംഗ് ഇടണമെന്നാണ് പറയുന്നു. ആൾക്കാർ പറയുന്നു ഇലക്ഷൻ നവംബറിൽ വരുന്നു. ട്രംപിൻ്റെ ലൈറ്റ് വിംഗ് ഒക്കെ എന്ത് പറയുന്നു എന്നാൽ ഇലക്ഷനിൽ എന്തായാൽ നിനക്കെന്ത്, ടിഎസ് കഴിഞ്ഞ് നീ വിപ്പി പോവും, നീ ഇറാനെ ഗാലിയാക്കിയാൽ ഇറാനെ കൊന്ന് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് നീ പേരെടുക്കാം. ഇതാണ് ചാൻസ് എന്ന് പറഞ്ഞ് ലെബനോണിനകത്ത് പോയി ഇസ്രായേൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സമയം കൊണ്ട് ഇപ്പോൾ ഇതുവരെയ്ക്ക് പീസ് ടോക്ക് ഇന്നില്ല. ഇപ്പോൾ നോക്കിയാൽ മൺഡേ വരയ്ക്കും പീസ് ടോക്ക് ഇല്ല. തിരികെ കച്ച എണ്ണയുടെ വില ഏറും. രൂപ അതിപാതാളത്തിൽ ചെല്ലും. തിരികെ നോക്കി തിരികെ ഓടാൻ തുടങ്ങും. ഡൗൺ ദി സ്ട്രീറ്റ് തന്നെ അല്ലേ സാർ? ഡൗൺ ദി സ്ട്രീറ്റ് വരാൻ കുറേ സമയം എടുക്കും സാർ. അപ്പോൾ ഇത് ബ്ലഡേ ഇല്ലേ സാർ? ബ്ലഡ് ഇതില്ല. സ്ട്രീറ്റ് ആഹാമ എന്ന് നോക്കിയിരിക്കുന്നു. ഇതിനുശേഷം ഇനി വരെ എന്ത് നടക്കുമെന്ന് നമ്മളിനി ഡോളർ സപ്ലൈ ചെയ്യും. വെള്ളക്കാരർ 96 എടുത്തുകൊണ്ട് പോവും. സവദ് വരെ ഇന്നും കുറച്ച് ഡോളർ സപ്ലൈ ചെയ്യും. അടിയടിയോ മരണ അടിയടിച്ച് തന്നെ കൊണ്ടുപോയി വിടും. ഓഫ് അമേരിക്ക എന്ത് പറയുന്നു എന്നാൽ റുപ്പി വാല്യൂ കൂടിയ പെട്ടെന്ന് 99 റീച്ച് ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സാർ. എന്ത് കാരണം പറയുന്നു എന്നാൽ സ്ട്രക്ചറലായിട്ട് എക്കണോമിക് സ്ട്രെസ് എന്ന് പറയുന്നത് വലുതായിരിക്കുന്നു, രക്ഷിക്കാൻ പറ്റൂല. ഇപ്പോൾ റുപ്പി വാല്യൂ ഡിപ്രീഷിയേറ്റ് ആയി തന്നെ ആവണം. ഞാൻ തിരികെ നിങ്ങൾക്ക് എന്ത് പറയുന്നു പറഞ്ഞു എൻ്റെ അടുത്ത് ബാങ്ക് ഓഫ് അമേരിക്ക ഇന്നും എൻ്റെ അടുത്ത് പറയുന്നു. ഇങ്ങനെ ഇന്ന് പറഞ്ഞു സെഞ്ചുറി തീർച്ചയായിട്ടിരിക്കും. 20 ലക്ഷ്യം. സെഞ്ചുറി പറയുന്നു
സെഞ്ചുറി പ്ലസ് ഫോറക്സ് ചാർജസ് കമ്മീഷൻ ഇതൊക്കെ ഇടുവാണെങ്കിൽ 105 രൂപയ്ക്ക് പോവാല്ലേ? ഇതാകുമ്പോൾ എന്താണ്, ജസ്റ്റ് എ നമ്പർ, ഇറ്റ് ഇസ് ജസ്റ്റ് എ നമ്പർ. ഈ ഗോൾഡ് ഇരിക്കട്ടെ, ഈ വെള്ളച്ചട്ട സാമ്യറായിട്ട് ഒരാൾ ചുറ്റിയുണ്ടെന്നല്ലേ, ഇഴുത്ത് വിടുവാണെങ്കിൽ എല്ലാം ശരിയായി പോകുമെന്ന് പറഞ്ഞിട്ടിരുന്നല്ലേ, അതിപ്പോ എവിടെ പോയി? ഇങ്ങനെ പോയാൽ 40 രൂപയ്ക്ക് പോകുമെന്ന് പറഞ്ഞല്ലോ. ആമ്യാർ പീസ് വെക്കണം, അമേദി എന്ത് വെക്കണം, അതായത് സമാധാനം. ഇവിടെ സാമ്യാർ ഡോളർ വിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ആകും. സർ ഗോൾഡ് വന്നിട്ട് 150 രൂപ ഇറങ്ങിയിരിക്കുന്നു. സന്തോഷം. ഇപ്പൊ വാർ തിരികെയും തുടങ്ങിയിരിക്കുന്നു. റിഫ്ലക്ഷൻ ആണ് സാർ. അതെ അതെ, അത് റിഫ്ലക്ട് ചെയ്യുന്നു. ഇപ്പൊ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കയറാൻ പോകുന്നു എന്നതിനെ മനസ്സിലാക്കാൻ അല്ലേ? കാരണം ഈ പെട്രോൾ ഡീസലിന്റെ വില ഇനിയിപ്പോ കയറും. ഇപ്പോൾ 6%ലിരുന്ന് 15% ആയിട്ട് ഇമ്പോർട്ട് ടാക്സിന് ഇൻക്രീസ് ചെയ്യാതിരിക്കുവാണെങ്കിൽ ഒരു കളിച്ച് നോക്കുമ്പോൾ 40,500 ഒരു 9% വരയ്ക്കും, ഒരു 3300 അതിലൊന്ന് നിന്നിരിക്കും അല്ലേ സാർ? 300 പോയാൽ പോച്ചെന്ന് പറഞ്ഞാൽ 13,500 വരയ്ക്ക് വന്ന് നിന്നിരിക്കും. 13,300 വരയ്ക്ക് വന്നിരിക്കാം. അതന്നെ ഞാനും പറയണേ, ഇപ്പൊ പണക്കാരർ കഷ്ടപ്പെടുവാണെങ്കിൽ ജിയെ കൊണ്ട് അതിനെ സഹിക്കാൻ പറ്റൂല, അവർക്ക് നെഞ്ചുവേദന വരും. കാരണം ഒരു 1000 രൂപ കൂട്ടി കൊടുത്തിരിക്കുന്നു, ഇനി അത് വേണ്ടെന്ന് പറയുന്നല്ലേ സാർ. ഇപ്പൊ ഗോൾഡ് വിലാൻ തുടങ്ങിയിരിക്കുന്നു. അവർ പ്രശ്നം ചെയ്തുകൊണ്ടേ ഇരിക്കുവാണെങ്കിൽ 10,000 പോകുമോ എന്നൊരു പേടിയാണ്. 10,000 പോവില്ല, 12,000 വരുന്നല്ലേ. അത് പറഞ്ഞ ബേസ് വന്ന് 12,500 പറഞ്ഞായിരുന്നു. ആൽമോസ്റ്റ് ആ പ്രൈസിന് വന്നിരിക്കണം. ടാക്സ് വന്നിട്ട് കൂട്ടാതെ ഇരുന്നിരുന്ന 13,500 തന്നെയല്ലേ വന്നിരിക്കണം. അതിനായിരിക്കുന്നല്ലേ സർ? കറക്റ്റ് തന്നെ. 10% കുറഞ്ഞിരുന്ന 13,500 വന്നിരിക്കും. ഈ ഇമ്പോർട്ട് ടാക്സ് ഇരിക്കുന്ന 14,500 വന്നിട്ട് ഇമ്പോർട്ട് ടാക്സ് അല്ലേ സാർ ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. ശരി, ഒരു പക്ഷേ അത് കട്ട് ചെയ്യാതെ ഇരുന്നിരുന്ന 300 വന്ന് 500 വരും സർ. 10% എന്ന് പറയുമ്പോൾ 500 നിന്നിരിക്കും. ഓക്കെ, ഇതിൽ പറഞ്ഞ ഫ്ലോർ വന്നിട്ട് 12,500. ഇത് വരണമെങ്കിൽ എന്താവണമെന്നാൽ അമേരിക്കൻ ട്രൂപ്പ് അകത്ത് പോയി അവർ ബുസ്കോ എന്ന് പറഞ്ഞ് ചുട്ടുകൊണ്ടിരിക്കണം. മിഷൻ നടക്കണം അല്ലേ? അതെ, മിഷൻ നടക്കണമെങ്കിൽ എങ്ങനെയാണ് സാർ? അതൊന്നും പറയാൻ പറ്റൂല, എന്ത് വേണമെങ്കിലും നടക്കാം. എന്തെന്ന് വെച്ചാൽ ട്രംപ് ആകും അത് പറഞ്ഞു എല്ലാ മിഷൻ നടക്കൂല എന്നാണ് പറയുന്നത്. ഷോട്ട് ഇട്ടുകൊണ്ട് 1 ബില്യൺ ഷോട്ട് അടിച്ചുകൊണ്ട് ഷൂട്ടിനെ ഇറക്കാൻ പറയും. അതായത് പ്രസിഡന്റിനെ ലിങ്ക് ചെയ്ത് ഒരുപാട് ട്രേഡിംഗ് കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. സാർ, ഇപ്പൊ ഗോൾഡിന്റെ പ്രൈസ് തിരികെ കുറയാൻ തുടങ്ങിയിരിക്കുന്നു. പവർ ബേസ് ചെയ്ത് ഗോൾഡിനെ വാങ്ങാൻ ഇറങ്ങാമോ? തന്നെ എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ 2-3 പേര് ചോദിച്ചായിരുന്നു ഗോൾഡ് വാങ്ങാമെന്ന്. ആർണ വിശ്വസിച്ച് വാങ്ങണ്ട, വിശ്വസിച്ച് നീ വാങ്ങാം. 5 വർഷത്തിന് ജി പോകുന്ന മുമ്പ് 125 ബാക്കിയുണ്ട് തന്നെ പോവും. ആറിനും ഇന്ത്യൻ റുപ്പിയുടെ വീക്ക്നെസ്സിന് ഒരു ബന്ധവുമല്ല. ഇന്ത്യൻ റുപ്പി വീക്കായെങ്കിൽ ഗോൾഡും ഗെയിൻ ആയിക്കൊണ്ടിരിക്കും. ഇതിൽ വിഷമിക്കാനൊന്നുമില്ല. ഓക്കെ സാർ, ഫൈൻ. പിന്നെ ITC 52 വീക്ക് ലോയിനെ തൊടുന്ന ലെവലിൽ വന്ന് നിൽക്കുന്നു സാർ. ITC കൺസിഡർ ചെയ്തുകൊണ്ടേയിരിക്കാം. സാർ, ഈ ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ട് ആൻസർ ചെയ്തായിരുന്നോ? നീ സാർ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്, ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 - 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.